തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDF-ലേക്ക് കൂടുതൽ പാർട്ടികൾ എത്തുമെന്നാണ് ഇപ്പോൾ അടൂർ പ്രകാശ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് പല കൊനിഷ്ഠ ചോദ്യങ്ങളും മാധ്യമങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മളെപ്പോഴും ചർച്ച ചെയ്യുന്ന മാണി വിഭാഗം വരുമോ എന്നുള്ളത്. അപ്പോൾ വന്നാൽ സ്വീകരിക്കുമെന്നും പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കൂടുതൽ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അല്ല, ഈ മാണി വിഭാഗം മാത്രമല്ല, മാണി വിഭാഗത്തെ പറ്റി നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ്. അത് ഇപ്പോൾ വരും എന്നുള്ളത്. അത് വരും, പേടിക്കണ്ട. സ്വാഗതം ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. UDF സ്വാഗതം ചെയ്യുന്നു. അതിന്റെ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഈ പെട്ടെന്ന് നിങ്ങൾ ഇനി വരിക എന്ന് പറഞ്ഞാൽ ഇനി വരത്തില്ല. അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, നീക്കുപോക്കുകളുണ്ട്. ഇത് രാഷ്ട്രീയമാണ്. ഇവിടെ വരുന്നുണ്ടെങ്കിൽ മത്സരിക്കാൻ എവിടൊക്കെ കൊടുക്കും, എത്ര സീറ്റ് കൊടുക്കും, UDF അധികാരത്തിൽ വരുമ്പോൾ ഏതൊക്കെ മന്ത്രിസ്ഥാനം തരും, ഇതൊക്കെയുണ്ട്. പ്രത്യേകിച്ച് ജോസ് കെ മാണിയാണെങ്കിൽ ധനമന്ത്രി സ്ഥാനം കിട്ടിയേ അടങ്ങത്തുള്ളൂ. അച്ഛൻ്റെ വകുപ്പ് തന്നെ കൈയാളണ്ട്, അതിനുവേണ്ടി ഇരിക്കുകയാണ്. അപ്പം അടൂർ പ്രകാശ് ഇത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് കേട്ടോ, UDF വിപുലീകരിക്കും. ഇത് ജോസ് കെ മാണിയെ ഉന്നം വെച്ചുകൊണ്ടാണ്. ജോസ് കെ മാണി അല്ലാതെയും വേറെ ഉണ്ട്, അത് പറയാം. അപ്പോൾ ഇതിനിടയ്ക്ക് ജോസ് കെ മാണിയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, എന്നെപ്പറ്റി, എൻ്റെ പാർട്ടിയെ പറ്റി വ്യാജ പ്രചാരണം നടക്കുന്നു, അതായത് മുന്നണി വിടാൻ പോകുന്നു എന്നൊക്കെ. ഒരാഴ്ച മുമ്പ് ജോസ് കെ മാണി പറഞ്ഞു ഞങ്ങൾ LDF-ൽ ഹാപ്പിയാണ് എന്ന്. അപ്പോൾ തന്നെ എനിക്കതിനകത്തെ ഒരു അപകടം മണത്തു. അങ്ങനെ ഹാപ്പിയാണ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തോ ഹാപ്പി അല്ലാത്ത എന്തോ ഉണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ എടുത്തു പറയുമ്പോൾ ഉണ്ടല്ലോ, അതിനകത്ത് കയറി നമ്മൾ ചിലത് വായിക്കണം. അല്ല, അങ്ങനെ ഹാപ്പി ആണെങ്കിൽ ഒന്നും കാണാതെ ഹാപ്പി ആവത്തില്ലോ. ആരും സൗജന്യമായിട്ടൊന്നും കൊടുക്കുന്ന കാലമല്ലല്ലോ, പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടിക്കാര്. അല്ല, ഇവർക്ക് ഇങ്ങോട്ടേ ഞാനിപ്പോഴും ഓർക്കുന്നത് പത്മജ വേണുഗോപാൽ BJP പോയി കോൺഗ്രസ്സിൽ. പത്മജ അപ്പുറത്തോട്ട് ചാടുന്നതിന് മുമ്പും ആരോഗ്യം ഇങ്ങനെ സംശയം പ്രകടിപ്പിച്ചു. അങ്ങനെയൊന്നുമില്ല, BJP-യിൽ ഞങ്ങൾ കോൺഗ്രസ് പാരമ്പര്യമാണ്, അങ്ങനെ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചവർ വാലും മടക്കി പോവുകയും ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടത് നല്ല ഓഫറല്ലേ കിട്ടിയിരിക്കുന്നത്. അത് ഓഫർ എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് സ്ഥാനമാനങ്ങൾ തേടിയെത്താൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെയും ജോസ് കെ മാണി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞതിൻ്റെ പിന്നെ നാവ് വായിലോട്ടിട്ടില്ല. അതിനു മുമ്പാണ് ഈ സർക്കാരിൽ LDF മുന്നണിയിൽ പറയേണ്ട കാര്യം പൊതു ഇടത്ത് പറഞ്ഞു. അതായത് വന്യജീവിയുമായിട്ടുള്ള മനുഷ്യരുടെ സംഘർഷം, അതിനെക്കുറിച്ച് തെരുവ് നായ്ക്കളുടെ ശല്യം, ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് അടിയന്തരമായി നിയമസഭ വിളിച്ചു കൂട്ടണം. ഇത് LDF മുന്നണിയിൽ പറയേണ്ടതാണ്. അത് പരസ്യമായിട്ട് പറഞ്ഞു. മുഖ്യമന്ത്രി ഇവിടെ ഇല്ല, അമേരിക്കയിൽ പോയിരിക്കുകയാണ് ചികിത്സാർത്ഥം. മുഖ്യമന്ത്രി വേണ്ടേ സഭ കൂടുമ്പം? അത് പറഞ്ഞതിൽ അപ്പം ഇതൊക്കെ എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ കത്തോലിക്ക സഭയുടെ പിന്തുണ ജോസ് കെ മാണിക്ക് നന്നായിട്ടുണ്ട്. കത്തോലിക്ക സഭയിലെ മെത്രാന്മാർ എല്ലാവരും കൂടെ പാസ്സാക്കിയിട്ടുള്ളതാണ് ഈ വന്യജീവി സംഘർഷം കാരണം മനുഷ്യന് ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ളത്. ഈ കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് പിന്നെ കർഷകരുടെ പാർട്ടിയാണെന്നാണ് പറയുന്നത്. ജോസ് കെ മാണിക്ക് ഇപ്പോഴാണ് കർഷകരോടെ പ്രേമം കൂടി വന്നത്. കാരണം LDF-ൽ നിന്ന് ഈ പേരും പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങണമല്ലോ. ഒരിടത്തുനിന്ന് ഇറങ്ങി പോകുമ്പോൾ ഒരു കലഹം ഉണ്ടാക്കി ഇറങ്ങണമല്ലോ. ഇന്ന പേരിലാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. ഇതെന്താ സ്ഥാപിക്കുന്നതെന്നറിയാമോ? കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാത്ത ഇടതു മുന്നണിയുമായി ഞങ്ങൾ സഹകരിക്കാൻ തയ്യാറല്ല. അവരുമായിട്ടുള്ള സഹകരണങ്ങളെല്ലാം തന്നെ ഞങ്ങൾ വിച്ഛേദിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വെളിയിലിറങ്ങി ഇന്ന് 3-4 കൊരയും കുരയ്ക്കും, അപ്പുറത്ത് പോകും, അവിടെ അധികാരത്തിൽ വരികയും ചെയ്യും. ഇതിനു വേണ്ടിയാണ്. അപ്പം ഇത് കർഷകരുടെ പാർട്ടിയാണ്. ഇപ്പം കത്തോലിക്ക സഭ പിന്നെ സർക്കാരിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അവർ പറയുന്നത് പിന്നെ ഈ മലയോര മേഖലകളിൽ നമ്മളിവിടെ കഴിയുന്ന പോലെ തന്നെ അവരുടെ ജീവിത അപകടത്തിൽ മനുഷ്യനെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവർക്ക് കൃഷി ചെയ്യാൻ കഴിയുന്നില്ല. അവരെല്ലാം അവർക്ക് കർഷകർക്ക് വേണ്ടി നമ്മൾ ശരിക്കും സംസ്ഥാനം എന്താണ് ചെയ്തിട്ടുള്ളത്? അവർ കൃഷി ചെയ്താണ് അവർ ജീവിക്കുന്നത്. മലയോര മേഖലകളിലൊക്കെ വയനാട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആ കൃഷി ചെയ്യാൻ കഴിയുന്നില്ല. ഇത് മുഴുവൻ പന്നിയും ആനയും എല്ലാം വന്ന് നശിപ്പിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് കഴിയുന്നത്? അപ്പോൾ വനനിയമം ഭേദഗതി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് നിയമസഭ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. അത് കേന്ദ്ര വനം വകുപ്പിന് അയച്ചിരിക്കുകയാണ്. അതിൻ്റെ റിപ്ലൈ വന്നിട്ടില്ല. അതിനിടയ്ക്കാണ് ജോസ് കെ മാണി കയറി ഈ കുരുക്കിട്ടിട്ട് ആ പേരും പറഞ്ഞിറങ്ങാനുള്ള ശ്രമം നടത്തുന്നത്. അതിനോടൊപ്പമാണ് അടൂർ പ്രകാശ് മുന്നണി വിപുലീകരിക്കും. എന്തിനു വേണ്ടിയാണ്? അധികാരത്തിൽ വരണം, എല്ലാവരുടെയും പിന്തുണ. കാരണം ജോസ് കെ മാണി വന്നു കഴിഞ്ഞാൽ കൂടുതൽ ക്രൈസ്തവരുടെ വോട്ട് ഇങ്ങോട്ടേക്ക് വരും.
ജോസ് കെ മാണിയാണ് ഇപ്പോൾ ശക്തമായിട്ടുള്ള കേരള കോൺഗ്രസ്. അപ്പോൾ അവർക്ക് പിന്നിൽ ക്രൈസ്തവ സഭ നല്ലപോലെ ഉണ്ട്. അപ്പോൾ ആ വോട്ട് നന്നായിട്ട് കിട്ടും. പിന്നെ ഇനിയും LDFിൽ നിന്നൊരു പക്ഷേ വരാൻ സാധ്യതയുണ്ട്. ജനാധിപത്യ കേരള കോൺഗ്രസ് ആന്റണി രാജു വേണേ വരാം. ആന്റണി രാജുവിന് അടുത്ത തവണ സീറ്റ് കൊടുക്കത്തില്ല CPM. തിരുവനന്തപുരം മണ്ഡലമാണ്. പണ്ട് തിരുവനന്തപുരം വെസ്റ്റ് എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. പിന്നെ അത് മാറ്റി തിരുവനന്തപുരം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, നേമം ഇങ്ങനെ തിരിക്കുകയാണ്. അപ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തിലാണ് ആന്റണി രാജുവിൻ്റെ മണ്ഡലം. ആന്റണി രാജു 2.5 വർഷക്കാലം ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്നു. വലിയ നേട്ടമൊന്നുമില്ല അദ്ദേഹത്തിന്, പക്ഷേ നേട്ടം ഉണ്ടായിട്ടുണ്ടാകാം. ലോട്ടറി അടിച്ച പോലെയാണ്. ലോട്ടറി അടിക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞപ്പോഴാണോ ഗണേഷ് കുമാർ കയറിയത്. അപ്പോൾ എന്നിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്? ഈ ജനാധിപത്യ കേരള കോൺഗ്രസ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ആരുമില്ല, അതും കൂടി ഇങ്ങോട്ടേക്ക് വരും. അവർക്കും കൊടുക്കാൻ ഒരു സീറ്റ് ഉണ്ടെങ്കിൽ കൊടുക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബോർഡ് സ്ഥാനമായാലും കൊടുക്കും. ഇപ്പോൾ തന്നെ MLA-മാരില്ലാത്ത ഒരുപാട് ഘടകകക്ഷികൾ UDFിലുണ്ട്. CMBയിലെ MLA ഇല്ലല്ലോ. CP ജോണിൻ്റെ CMB, MV രാഘവൻ്റെ. ഫോർവേഡ് ബ്ലോക്ക് ആരുമില്ല. ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ തന്നെ ആകെ ഒരാളെ ഉള്ളു അറിയപ്പെടുന്നത് അതിനകത്ത്, ദേവരാജൻ. CMBയിൽ CP ജോണും മാത്രമല്ലേ ഉള്ളൂ. അതുപോലെ LDFിൽ ഇനിയിപ്പോൾ ഗണേശൻ വരില്ലെന്നുള്ള എന്താ ഉറപ്പ്? ഗണേഷ് എന്താ ഇന്നത്തെ ഈ അഖിലേന്ത്യാ പണിമുടക്കിന് എതിർപ്പോടുകൂടി തന്നെ നിൽക്കുന്നുണ്ട്. KSRTC മുഴുവൻ അടച്ചിട്ടിരിക്കുന്നു. അവരവിടെ ജോലിക്ക് വരാൻ പറഞ്ഞപ്പോൾ ഉടനെ CIT-കാരും CPM-കാരും ഉടനെ വാളുമെടുത്ത് ഗണേഷിൻ്റെ നേരെ ചാടിയിരിക്കുകയാണ്. ഗണേഷ് ചാടിപ്പോന്ന എന്ന് പറയാൻ പറ്റും? ഗണേഷിന് പോലും ഒരു സംശയമുണ്ട്, UDF അധികാരത്തിൽ വരും, തൻ്റെ സീറ്റ് എങ്ങാനും പോകുമോ? കാരണം ജ്യോതികുമാർ ചാമക്കാല പത്തനാപുരം മണ്ഡലത്തിൽ കിടന്ന് കറങ്ങുകയല്ല, പിന്നെ നമ്മൾ ചെയ്ത ഒരു വീഡിയോയ്ക്ക് താഴെ പലരുടെ അഭിപ്രായമാണ് ചാമക്കാല ആ മണ്ഡലം എടുത്തേ അടങ്ങൂ എന്നുള്ള മട്ടിൽ നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഞാൻ നേരത്തെ അറിഞ്ഞതാണ് ചാമക്കാല ആ മണ്ഡലത്തിൽ പ്രവർത്തനം നടത്തുന്നുണ്ട്. പക്ഷേ ഗണേഷിനൊരു മുൻതൂക്കം ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ രാഷ്ട്രീയമാണ് മാറി മറിയാൻ ചില കാര്യങ്ങളൊക്കെ. അപ്പോൾ ഗണേഷ് കുമാർ വേണമെങ്കിൽ ഇപ്പുറത്ത് വന്ന് UDFിലൊക്കെ വന്നാലോ? പിന്നെ അതുപോലെ NCPക്ക് എന്താ കുഴപ്പം? അവരും വരാം. NCPയുടെ ആണെങ്കിൽ 2 സീറ്റും വിഴുങ്ങാനായിട്ട് നിൽക്കുകയാണ് CPM. പിന്നെ CPIയെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. CPI അങ്ങനൊന്നും വരികയൊന്നുമില്ല. CPI ഇനി അങ്ങനെ കോൺഗ്രസ്സിലോട്ട് വന്ന് ആ സഖ്യത്തിലൂടെ മുമ്പോട്ടൊന്നും പോകില്ല. അങ്ങനെ ഒരു സഖ്യം ഉണ്ടായിരുന്ന ഒരു കാലത്ത്, അത് മാറ്റിവെക്കാം. അത് CPMൻ്റെ തണലിൽ തന്നെ നിൽക്കുകയുള്ളൂ. CPM ഇല്ലാതാകുമ്പോൾ കേരളത്തിൽ CPIയും ഇല്ലാതാകുന്ന കാഴ്ചയായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം ഈ അടൂർ പ്രകാശിൻ്റെ ഈ മുന്നണി വിപുലീകരണം ഒരുപക്ഷെ നടക്കും. അത് UDF വീണ്ടും അധികാരത്തിൽ വരാനുള്ള ശക്തി കൂട്ടുകയാണ് ചെയ്യുന്നത്.